ആമിനക്ക് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്നൊരു വരെ എഴുതി തരണം. അത് കാണാൻ കാത്തിരിക്കുകയാണ് മനസ്സ് നിറയ്ക്കനാവുമായിട്ട്. ഏതില്ലേ ആമിന എന്ന് അസീസ്. വാതിൽ തുറക്ക്. മറ്റന്നാ ഓനും കൂട്ടരും വരും. അന്റെ ബാപ്പ മലയാളത്തിലല്ലേ പറഞ്ഞു. അന്റെ പുന്നാര മോളെ അലവിയെ കൊണ്ട് കെട്ടിക്കണ്. മോതിരം അവന്റെ കായ. ഓന്റെ അടുത്ത് കായ ഇടിച്ചിട്ട് എന്റെ മോളെ ആ ബലാലിനെ പിടിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? എന്റെ ഒരു മോങ്ങല്. ഓളെ പിന്നെ ആര് കെട്ടും? ഇനി കുന്നത്തങ്ങാടി ഓളക്കെട്ട ആണുങ്ങൾ വരൂല്ല. അങ്ങാടി വലിയ ക്രൂസും പറഞ്ഞ് നടക്കണുണ്ട് കൊണ്ടോട്ടിക്കാരെ ഹമുക്ക്. പിടിച്ചു കൊടുക്കണേ. അലവിനൊക്കെ നല്ലവനാ ചെക്കൻ. പാവം ഓരത്തെ പണിയില്ലേ കായില്ലേ? അന്നി സുബനെ ഓനെ കൊണ്ട് കെട്ടിക്കാന് എന്നെ കൊല്ലാൻ നടക്കണം നായി. ഓനെ കുടി കയറ്റാന് പെട്ടി കൊല്ലും ഞമ്മൾ ഉമ്മാനെ. വാസുവട്ടെ ആരാത്? കുയ്യാപ്പിളയാ? ആരുടെയാ തിന്നുന്നതെന്ന് അറിയാമോ? ആമിനയുടെ. നിങ്ങളുടെ നിക്കാഹ് ഉറപ്പിക്കാൻ പോകുമ്പോ ഇടാനാ. എന്നിട്ട് ഈ ഫോണാണല്ലോ അങ്ങാടി പോലെ കെട്ടിച്ചെന്ന് പറഞ്ഞിരിക്കണം ഐജോസ്ക. ഇത് ഞമ്മള് കുപ്പായത്തിൽ തുണിയാ. ആമിനെയും ഞമ്മളെയും കുപ്പായം തുന്നുമ്പേ നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾക്ക് എല്ലാത്തിനും ഒരു അളവാ. ടൗസർ തുന്നിയ പാവാടമാരി, പാവാട തുന്നിയ ടൗസർ മാരി. അത് ഇതിന് പറ്റൂല കേട്ടാ. എന്താ പാത്തുട്ടി ഞമ്മളീ കേൾക്കുന്നതൊക്കെ ശരിയാണോന്ന്? അലവിയായിട്ട് നിക്കാഹ് ഉറപ്പിക്കുക. അനക്ക് പിരാന്ത ഇന്റെ മരുവോളോ നിക്കാതെ കഴിച്ചത്. അനക്കറിയോ എന്റെ സ്വഭാവം? ഞാൻ എന്ത് ചെയ്യാനോ കതിച്ചുമ്മ? ഞമ്മള് വിചാരിച്ചാ വല്ല നടക്കൂ? എന്റെ അമ്മേന്റെ കാര്യം ആലോചിക്കുമ്പോഴാ. അത് ഈ പോരാത്തോളായിട്ട് നിക്കാഹ് കഴിഞ്ഞ അന്ന് മുതൽ ഈ ഓനെ പേടിച്ച് കയ്യലടി. അനക്കറിയൂല എന്റെ കാര്യം. ഇന്റെ കെട്ടാൻ മോറയില്ലാത്ത ഒറ്റ ബാക്കേ പറഞ്ഞുള്ളൂ. അന്ന് കനീസുവിന്റെ സ്വഭാവം മൂപ്പര് കണ്ടു. അന്ന് പടിയിറങ്ങിയതാ. എനിക്ക് വയസ്സ് 60ആയി. പെണ്ണുങ്ങളായ ഇത്തിരി ഉത്തിരി പുളിയൊക്കെ വേണം. അതൊന്നും ഇവിടെ നടക്കൂല ഉമ്മ. ആമിനയുടെ ഓൾ അവിടെ കിടന്ന് കരയാണ്. പെൺകുട്ടികളെ എങ്ങനെ തീറ്റിക്കുക? എന്താ മോളെ ഇത്? അന്റെ പ്രായത്തിലുള്ള പെൺകുട്ടികള് വേലിക്ക് നിൽക്കുന്ന കുണ്ടന്മാര് കണ്ണോണ്ടൊന്നത് എങ്ങനെ ഇറക്കി കാണിച്ച ഇറങ്ങിപ്പോണ കാലാ ഇത്. ഇനി ഈ എന്തിനാ കരയുന്നത്? ഇന്റെ മോള് കരയണ്ട. പാപ്പട്ടിയെ വേണ്ട, ആ വിളിന് മലപ്പുറത്ത് എന്നിട്ട് വിളിച്ചാൽ മതി കേട്ടോ. ഇനി മലപ്പുറത്തേക്ക് എന്നാ മടങ്ങുക? ഇവിടെ നിൽക്കക്കളില്ലാതെ വരുമ്പോ ഒരു മുങ്ങ് തന്നെ. ഏത് സ്ഥലത്ത് നിന്നാലും നിങ്ങൾക്ക് ഇതല്ലേ പറയാനുള്ളൂ. ഇതുവരെ ഒരു സ്ഥലത്ത് നിന്നെങ്കിലും തല്ലുകൊള്ളാതെ ഊരി വരാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ ചെക്കൊരു ശല്യായല്ലത്. ഓന്റെ ചെലവ് കഴിഞ്ഞിട്ട് ഓന്നെങ്കിലും ശല്യായ ഒക്കെ പോയി. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്താ ഉണ്ടാവും? പോകാൻ പറ്റണ്ടായോ? എന്താ ഉണ്ടാവും അങ്ങോട്ട് പറയും. എന്തുണ്ടോവനാ? അലവിയോട്ടില് നിക്ക ഉറപ്പിക്ക. ഓക്ക് സമ്മതാ? ഓൾക്ക് സമ്മതമല്ല, ബലായിട്ടാ. ഇനിയൊന്നും നോക്കാനില്ല. കണ്ടും വെള്ളക്കള്ളാസിൽ എഴുതിക്കൂടി. രാത്രി പുറത്തിറങ്ങിക്കാൻ ഉണ്ടാണ്ട് സ്ഥലം വിടാ. നടക്കൂ. ഇപ്പോഴും നമ്മളെ വിശ്വാസമായിട്ടില്ല. പടച്ചോ എന്റെ അവിടെ. അതാ ആമിന. എവിടെ എന്റെ ആമിനു? ഞാനൊന്ന് കാണട്ടെ. അതാ ആ തട്ടമിട്ടതാ. കൂടെ ഒരാളുണ്ടല്ല. അത് സാരമില്ല, കൂട്ടുകാരിയാ. ഓക്ക് ഇങ്ങനെ നിൽക്കാൻ ഇഷ്ട. വാ മൊഴി നിൽക്കാം. അല്ലെങ്കിൽ വേണ്ട, ഇങ്ങനെ ഇവിടെ നിന്നോളൂ. ഞാൻ പോവാം. വേണ്ട, ഇവന് വിടക്കട്ടെ. നമുക്ക് രണ്ടാക്കും പോയി പരിപാടികൾ എന്തൊക്കെയാണെന്നൊന്നും അറിയാം. വേണ്ട, ഞാൻ പിന്നെ പോവാം. എന്തൊരു മൊഞ്ചി.
ആമിനക്കുട്ടി വിഷമിക്കണ്ട, ആ നിക്കാഹ് നടക്കില്ല. പക്ഷേ നീ ഇത്തിരി ധൈര്യം കാണിക്കണം. ആ ഇപ്പൊ ധൈര്യം തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ കുടുംബം ഇവിടെ വരുമോ? കഷ്ടമായി. ഒരു കാര്യം സംസാരിക്കാന്ന് വെച്ചാ ആ ഗുണ്ടകള്. നീ ഇരിക്കും, നിനക്ക് വരാം. വേണ്ടയാതെ നിങ്ങൾ എന്താ മനുഷ്യന് കാര്യം കൊടുക്കില്ലേ? ഇങ്ങനെ സദാ സമയവും ആമിനെ നിങ്ങൾക്ക് ഭ്രാന്തോ? ആ കുട്ടിയുടെ പിന്നിൽ ഇങ്ങനെ നടക്കാൻ. ആമിനെ കിട്ടാമെന്ന് നിങ്ങളല്ലേ പറഞ്ഞു? സ്വന്തം വിഡിത്തം മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലെങ്കിൽ പോണം മിസ്റ്റർ. അവക്ക് തന്നോട് പ്രേമവും മണ്ണാങ്കട്ടി ഒന്നുമില്ല. എന്താ നിങ്ങൾ പറഞ്ഞത്? ഇനി ആമിനയുടെ പിന്നാലെ ഇങ്ങനെ നടക്കണ്ട. അവളെ നാസിർ മാഷ കേട്ടാൻ പോണത്. എനിക്ക് ആമിനോട് സംസാരിക്കണം. കാണിച്ച് പേടിപ്പിക്കൊന്നും വേണ്ട. അവിടെ സംഗതി ആകെ കുഴപ്പമായിരിക്കും. പറഞ്ഞില്ലേ നമുക്ക് പിന്നെ കാണാൻ. എന്നെ വിട്. എന്തിനാ മജീദ്ക്ക? എനിക്ക് അവളോട് സംസാരിക്കണം. എല്ലാം സംസാരിക്കാം. അതിനു മുമ്പ് അന്റെ ആമിനാനെ കുറിച്ച് മൊയ്തീനക്ക പറഞ്ഞ എന്താണെന്ന് ഈ ഒന്ന് ചോദിച്ചു നോക്ക്. എന്റെ മൂത്ത മോൻ അബ്ദുൽ ലത്തീഫാണ് സത്യം. ആമിനാനെ നമ്മൾ കെട്ടും. ആ നിങ്ങൾ നിൽക്കാൻ കഴിക്കും. നിങ്ങളെ ഞാൻ ഇനി നിങ്ങളെ സഹായം എനിക്ക് വേണ്ട. നിങ്ങൾ എന്റെ വീട്ടിൽ പൊയ്ക്കോളൂ. നാണല്ലോ ബാപ്പുട്ടി. എങ്ങക്ക് വേഷം കെട്ടാൻ വന്നാ വേഷം കെട്ടണം. ഇവിടെ അല്ല എങ്ങടെ ബലസല്. അങ്ങനെ ഒരു ഹാജത്ത് തോന്നിപ്പോയി. മനസ്സന്നെ മനസ്സല്ലേ. ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റിയത്? ഒന്നും ചെയ്യാനില്ല. വേഗം സ്ഥലം കാലിയാക്കാം. നാട്ടുകാരുടെ തല്ലുകൊള്ളതിന് മുമ്പ്. തോന്നിക്കോളും ഓരോ കാലത്ത്. അവനെന്തിനാ എന്നോട് നന്ദി പറയുന്നത്? നമ്മൾ വിചാരിച്ചല്ല മാഷെ ഇങ്ങനൊരു ഭാഗ്യം ഉണ്ടാവുന്നു. കണ്ണുപൊട്ടിന് കാഴ്ച കിട്ടിയ പോലെ എനിക്കിപ്പോ ഏതാനും വായിക്കാനും അറിയാം. കത്ത് എഴുതാനും കഴിയുന്നുണ്ട്. ആമിനെ ഒന്നും പഠിക്കണം. ഞാൻ പഠിപ്പിക്കും. പോട്ടെ മാഷെ. ആ നിങ്ങൾ കിനാവ് കാണണ്ട. ഓളെ നിക്കാഹ് കഴിക്കാന്ന്. അസീസ് എന്താ ഇത്? നിങ്ങളുടെ നിക്കാഹ് നടക്കില്ല മാഷെ. നടന്നാല് കുന്നത്തങ്ങാടിന് ഞാൻ കെട്ടി തിന്നിച്ചാവും. അസീസ് പറയുന്ന കേൾക്ക്. വേണ്ട, ഓളോട് പറഞ്ഞേക്ക് എന്നോട് ഇത് വേണ്ടായിരുന്നു.